ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല കിടിലൻ ടേസ്റ്റിൽ ഒരു കല്ലുമ്മക്കായ് ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും കല്ലുമ്മക്കായ് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വെറുതെ ആവില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഓയിൽ ഒഴിച്ചിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ വലിയ ഉള്ളി നീളം കുറച്ചിട്ട് ഇതുപോലെ മുറിച്ചതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഉള്ളി നന്നായിട്ട് വാടി കിട്ടണം. അപ്പോഴേക്കും നമുക്കിതാ തക്കാളി ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഉള്ളി നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. തക്കാളി ഒന്ന് വാടി വരുന്ന ടൈമിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്, 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതൊരു 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്, അതായത് ഗരം മസാലയാണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അതൊരു സ്പെഷ്യൽ ഫ്ലേവറാണ്. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ഗുണവും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മളിതിൽ മുളക് പൊടിയും ചേർത്തിട്ടില്ല, പച്ചമുളകും ചേർത്തിട്ടില്ല. അപ്പോൾ അത് രണ്ടും ആവശ്യമില്ല. നമ്മളിതിൽ മെയിനായിട്ട് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പൊടി ഒന്ന് മൂത്ത് വരും, അതായത് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവും. ആ ഒരു ടൈമിൽ നമുക്ക് കല്ലുമ്മക്കായ ഇട്ട് കൊടുക്കാം. ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് ഉടഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. കാരണം കല്ലുമ്മക്കായ ആയതുകൊണ്ട് അത് വേവുന്ന സമയത്ത് ഓൾറെഡി അതിൽ നിന്ന് വെള്ളം വന്നോളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. മൂടി വെച്ചിട്ട് ഇത് വേവിക്കുക. ഏകദേശം വെന്ത് വരുന്ന സമയത്താണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നേരത്തെ കണ്ടതിനെക്കാട്ടും കുറച്ചും കൂടി ലൂസായി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളമൊന്നും ഒഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിലേക്ക് മെയിനായിട്ട് ഒഴിക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയത്ത് ഇരുന്ന് അത് കുക്ക് ചെയ്യരുത്. ഒന്ന് തിളച്ചതിന് ശേഷം അപ്പം തന്നെ തീ ഓഫ് ചെയ്യണേ. എന്നിട്ടൊന്ന് മൂടി വെച്ചേക്കുക. ഇനി നമുക്ക് മറ്റൊരടുപ്പത്ത് ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു ഗോൾഡൻ കളർ ആവുന്ന ടൈമിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതാ നമ്മുടെ ഫ്രൈയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഒരല്പം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ നമ്മൾ തീ ഓഫ് ആക്കിയിട്ടാണുള്ളത്, അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് കുറഞ്ഞത് ഒരു 20 മിനിറ്റെങ്കിലും വെച്ചേക്കുക. അപ്പോൾ 20 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്കിതാ സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി കല്ലുമ്മക്കായ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.